നമസ്കാരം. ഉല്ലാസവണ്ടി യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ 8ഓളം ചെറുദ്വീപുകളുടെ കൂട്ടമായ അഷ്ടമുടിക്കായലിലെ മാൺട്രോ തുരുത്തിലാണുള്ളത്. കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലും കല്ലടയാറും സംഗമിക്കുന്ന പച്ചത്തുരുത്തും ഗ്രാമഭംഗികളും ആസ്വദിച്ചുകൊണ്ട് ഒരു നാടൻ വള്ളത്തിൽ ഒരു 2 മണിക്കൂർ യാത്ര. തിരുവിതാംകൂറിലെ റെസിഡന്റ് ആയിരുന്ന കേണൽ മൺട്രോയുടെ പേരിലാണ് ഈ ചെറിയ ദ്വീപ സമൂഹം അറിയപ്പെടുന്നത്. ചിതറിക്കിടക്കുന്ന പല പ്രദേശങ്ങളെ കനാലുകൾ നിർമ്മിച്ച് ജലമാർഗം വഴി യോജിപ്പിച്ച വ്യക്തിയാണ് കേണൽ മൺട്രോ. അദ്ദേഹത്തിന്റെ അധികാര പരിധിയിലിരുന്ന ഒറ്റപ്പെട്ടു കിടന്ന ഒരു തുരുത്ത് ക്രിസ്ത്യൻ മിഷണറിയുടെ മതപഠന കേന്ദ്രം തുടങ്ങുന്നതിന് അദ്ദേഹം നൽകുകയും അതിന്റെ ആദരാർത്ഥം ആ തുരുത്തിന് മൺട്രോ തുരുത്ത് എന്ന പേരിടുകയും ചെയ്തു. കല്ലടയാറിന്റെ എക്കൽ മണ്ണടിഞ്ഞ് ഒരു പച്ച തുരുത്തായി മാറിയ പ്രദേശമാണിവിടെ. പ്രകൃതി ഭംഗിയുടെ അപൂർവ വിസ്മയങ്ങളാണ് നമ്മളെ ഇവിടെ കാത്തിരിക്കുന്നത്. ഈ പ്രവേശന കവാടത്തിലൂടെയുള്ള വെള്ളത്തിലെ യാത്ര ഒരു രക്ഷയുമില്ലാത്ത കാഴ്ച തന്നെ. നീലാകാശത്തിന് താഴെ പച്ചക്കുട പിടിച്ചു നിൽക്കുന്ന ഈ കണ്ടൽ ചെടികൾ തണലും ഭംഗിക്കും പുറമെ ധാരാളം ഓക്സിജൻ പുറത്തേക്ക് വിടുന്നവരാണ്. പക്ഷേ അഷ്ടമുടിക്കായലിലെ ഉപ്പുവെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഈ തുരുത്ത് 2050 മുങ്ങിപ്പോകും എന്ന പ്രകൃതി നിരീക്ഷകരുടെ കണ്ടെത്തൽ വളരെ വേദനയോടെ ഓർമ്മിക്കുന്നു. ഏകദേശം 1.5 മണിക്കൂർ നീളുന്ന നാടൻ വള്ളങ്ങളിലെ യാത്ര. ഓരോ നടപ്പാലം എത്തുമ്പോഴും തോണിക്കാരനുൾപ്പെടെ എല്ലാവരും തല കുമ്പിട്ടിരിക്കുന്ന രസകരമായ കാഴ്ച. ദൂരെ അഷ്ടമുടിക്കായലും കല്ലടയാറും സംഗമിക്കുന്നിടത്ത് കമാനം പോലെ കണ്ടൽക്കാടുകൾ. അതിശയിപ്പിക്കുന്ന നിശബ്ദതയാണ് ഇവിടെ. പാലങ്ങളും കായലിലേക്ക് ചാഞ്ഞിടക്കുന്ന മരച്ചില്ലകളും ചെറുതോടിന്റെ കൈവഴികൾ കൂടിയുള്ള വഞ്ചിയാത്രയും
ഒരു രക്ഷയുമില്ലാത്ത അനുഭവം തന്നെ. ഇപ്പോൾ പല കൈത്തോടുകളും നികത്തപ്പെട്ടു കഴിഞ്ഞു. വളരെ കുറച്ച് മാത്രം കൈത്തോടുകളാണുള്ളത്. കേരളത്തിൻ്റെ മറ്റെങ്ങും കാണാനാകാത്ത ഗ്രാമീണ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന സ്ഥലം. തോടിന്റെ ഇരുവശവും തെങ്ങിൻ തോപ്പുകളാണ്. നാടൻ വള്ളങ്ങളിൽ മീൻ പിടിക്കാൻ പോകുന്നവർ, നീർക്കാക്കകൾ, ഇരണ്ടകൾ, അങ്ങനെ അപൂർവ ഇനം പക്ഷികളെയും നമുക്കിവിടെ കാണാം. ഇവിടെ ഹോം സ്റ്റേകൾ ധാരാളമായിട്ടുണ്ട്. വൈവിധ്യമാർന്ന മീൻ വിഭവങ്ങൾ നമുക്കിവിടെ ഹോം സ്റ്റേയിൽ ആസ്വദിക്കാൻ പറ്റും. ചെറു തോടുകളും കായലും തെങ്ങിൻ തോപ്പുകളും ചെമ്മീൻ കെട്ടുകളുമൊക്കെയായി മനോഹരമായ ഗ്രാമീണ ഭംഗി തുളുമ്പി നിൽക്കുന്ന ഒരു പ്രദേശമാണിവിടെ. കേരളത്തിലെ സാധാരണ ഗ്രാമ കാഴ്ചയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഗ്രാമീണ കാഴ്ചയാണ് നമുക്കിവിടെ അനുഭവിക്കാൻ കഴിയുന്നത്. നമ്മുടെ കൊച്ചു കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്, സഹ്യന്റെ വിരിമാറിൽ തലവെച്ച് അറബിക്കടലിൽ കാൽ നീട്ടി നിവർന്നു കിടക്കുന്ന കേരളം, ഗ്രാമീണ സൗന്ദര്യം തുള്ളി തുളുമ്പുന്ന മനോഹരമായ സ്വർഗീയ ഭൂമി. നദികളും തടാകങ്ങളും കായലുകളും കുളങ്ങളും കൊണ്ട് ജലസമൃദ്ധമായ നാട്. പച്ച വിരിച്ച കുന്നുകൾ, പുൽമേടുകൾ, അവയ്ക്കിടയിലായി പഞ്ഞിക്കെട്ടുകൾ പോലെ നീങ്ങുന്ന മേഘങ്ങൾ, മൂളിപ്പാട്ടുപാടി ഒഴുകുന്ന കാട്ടാറുകൾ, അരുവികൾ, കിളികളുടെ കളകളാരവം, സ്വർണ്ണ കതിരണിഞ്ഞ നെൽപ്പാടങ്ങൾ, ഇളംകാറ്റിൽ ഇളകിയാടുന്ന തെങ്ങുകൾ. അങ്ങനെ നമ്മുടെ ഗ്രാമീണ സൗന്ദര്യം വിവരിക്കാൻ വാക്കുകൾ പോരാ. ഇവിടെ കരയിൽ നിരവധി വീടുകളുണ്ട്. 14,000-ഓളം വരുന്ന ജനസംഖ്യ ഈ തുരുത്തിൽ താമസിക്കുന്നുണ്ട്. ഇവരുടെ ജീവിതമാർഗവും മത്സ്യകൃഷിയും ടൂറിസവും ഒക്കെ തന്നെയാണ്. ഇവിടെ പക്ഷികളുടെ ശബ്ദമല്ലാതെ മറ്റ് യാതൊരു ശബ്ദകോലാഹലങ്ങളുമില്ല. കനാൽ ബോട്ടിങ്ങും കണ്ടൽക്കാടുകളും ആസ്വദിക്കാൻ ഇതുപോലെ പറ്റിയൊരു സ്ഥലം വേറെയില്ല. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ ദ്വീപ് പക്ഷേ കുടിവെള്ളത്തിന് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്.
ചുറ്റും തെങ്ങും തോപ്പുകളും വെള്ളത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരങ്ങളും മനസ്സിന് നൽകുന്ന അപൂർവമായ ഒരു സന്തോഷം പറയാതെ വയ്യ. ഒഴുകി നടക്കുന്ന താറാക്കൂട്ടങ്ങളും തലയിൽ ഓലത്തുപ്പി വെച്ച് ചെറുവള്ളങ്ങളിൽ മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികളെയും നമുക്കിവിടെ കാണാം. മുളക്കോഴികളും ചെമ്മീൻ കെട്ടുകളും കരിമീൻ കൃഷിയിടങ്ങളും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അപൂർവ ഗ്രാമീണ കാഴ്ചയാണ്. പോരാത്തതിന് അമ്പരപ്പിക്കുന്ന നിശബ്ദതയും. നാടൻ കള്ള് ഷോപ്പ്. നല്ല തെങ്ങിൻ കള്ളും കക്കയിറച്ചിയും ഞണ്ടും കൊഞ്ചും കപ്പയും ഒക്കെ കിട്ടുന്ന സ്വാദിഷ്ടമായ വിഭവങ്ങൾ കിട്ടുന്ന സ്ഥലം. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരികയും ഭക്ഷണം കഴിക്കുകയും നാടൻ കള്ള് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. വഴിയുള്ള നാടൻ വെള്ളത്തിലെ യാത്ര അതിമനോഹരമാണ്. ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ നമുക്കിവിടെ നേരിട്ട് ആസ്വദിക്കാൻ കഴിയും. ഇവിടുത്തെ മത്സ്യസമ്പത്ത് പ്രശസ്തമാണ്. ഈ കാണുന്ന ചെമ്മീൻ കെട്ടുകൾ കുഞ്ഞന്മാരല്ല, കോടികളുടെ മുതലാണ്. ഇവിടെ കണ്ണിമ വെട്ടാതെ ഈ നിധിയുടെ കാവൽക്കാരായി നിൽക്കുന്നത് നമ്മുടെ ശോരന്മാരാണ്. സത്യത്തിൽ ഇവിടെ നിന്ന് മടങ്ങാൻ ഒരു സഞ്ചാരിക്കും മനസ്സ് വരില്ല. പ്രകൃതിയെ അറിയാതെ പ്രണയിച്ചു പോകുന്നു. നീണ്ട ചെറു കൈത്തോടുകളും കുളക്കോഴിയും തോട്ടുവരമ്പുകളും കായലും ഇളങ്കാറ്റും നിഷ്കളങ്കമായ ഗ്രാമഭംഗിയും ആസ്വദിച്ച് തന്നെ മതി വരുന്നില്ല. തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്നും പ്രശാന്തിയുടെ ഗ്രാമഭൂവിലേക്കുള്ള പറിച്ചുനടൽ. ഒരിക്കലും ഈ തീരങ്ങൾ മറയാതിരിക്കട്ടെ, നമ്മെ വിട്ടുപോകാതിരിക്കട്ടെ. വരും തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടായി നമുക്കിതിനെയും ചേർത്ത് പിടിക്കാം. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. വീണ്ടും നമുക്ക് അടുത്ത മനോഹരമായൊരു കാഴ്ചയിൽ ഒന്നിച്ച് കാണാം. സാമ്പ്രാണിക്കൊടിയിലെ അതിമനോഹരമായ ദൃശ്യങ്ങളും വിവരണവുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതാണ്. നന്ദി, നമസ്കാരം.